പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 12 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ രണ്ടാമത്തെ ചാപ്റ്റർ സ്പ്രെഡ്ഷീറ്റ്, ഈ പാഠത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗമാണിത്. പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പിവോട്ട് ടേബിളുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് കാണുന്നത്. എന്താണൊരു പിവോട്ട് ടേബിൾ? A pivot table is used to arrange and display large volume of data contained in a table in a more understandable way. It is a good tool used for analyzing large amount of data easily and quickly. അപ്പോൾ ഒരു ടേബിളിൽ നൽകിയിരിക്കുന്ന ഡേറ്റയെ നമുക്കിഷ്ടമുള്ള രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് അവയെ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനും അവതരിപ്പിക്കാനും വേണ്ടിയിട്ടാണ് പിവോട്ട് ടേബിളുകൾ ഉപയോഗിക്കുന്നത്. Pivot table summarizes source data in another table in different perspectives. It enables to create an interactive view to the data set. ടേബിളുകളിൽ നൽകിയിരിക്കുന്ന ഡേറ്റയെ അവയുടെ ഡേറ്റ ഐറ്റത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മറ്റൊരു ടേബിളിൽ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിവോട്ട് ടേബിളുകൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് എനേബിൾസ് ടു ക്രിയേറ്റ് ആൻ ഇൻട്രാക്റ്റീവ് വ്യൂ ടു ദ ഡേറ്റ സെറ്റ്. ഇപ്പോൾ പിവോട്ട് ടേബിളുകളിൽ ഡേറ്റ അറേഞ്ച് ചെയ്യുന്നതിലൂടെ അവയെ കൂടുതൽ ഇൻട്രാക്റ്റീവായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ട്. എ പിവോട്ട് ടേബിൾ പ്രൊവൈഡ്സ് എൻഹാൻസ്ഡ് ലേഔട്ട്, അട്രാക്റ്റീവ് ആൻഡ് ഫോർമാറ്റഡ് റിപ്പോർട്ട് വിത്ത് ഇംപ്രൂവ്ഡ് റീഡബിലിറ്റി. ഇറ്റ് എനേബിൾസ് ടു അറേഞ്ച് ആൻഡ് സമ്മറൈസസ് കോംപ്ലിക്കേറ്റഡ് ഡേറ്റ ഈസിലി ആൻഡ് drill down its details. ഇത്തരത്തിൽ ഒരു ടേബിളിൽ നൽകിയിരിക്കുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡേറ്റയെ കാറ്റഗറി വൈസായിട്ട് സബ് ടോട്ടലുകൾ നൽകിക്കൊണ്ട് ടേബിളിന് കൂടുതൽ റീഡബിലിറ്റിയും അതോടൊപ്പം തന്നെ ഡേറ്റയെ സമ്മറൈസ് ചെയ്തുകൊണ്ട് ഇൻഫർമേഷനും ഇത്തരം പിവോട്ട് ടേബിളുകൾ നൽകുന്നുണ്ട്. ഇപ്പോൾ ഡേറ്റയെ സമ്മറൈസ് ചെയ്തുകൊണ്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള നല്ലൊരു ഉപാധിയാണ് പിവോട്ട് ടേബിളുകൾ. എന്തൊക്കെയാണ് പിവോട്ട് ടേബിളുകളുടെ പ്രയോജനങ്ങൾ? അബൌട്ട് ദ യൂസസ് ഓഫ് പിവോട്ട് ടേബിൾസ്. സബ് ടോട്ടലിംഗ് ആൻഡ് അഗ്രഗേറ്റിംഗ് ന്യൂമറിക് ഡേറ്റ. ടേബിളുകളിൽ നൽകിയിരിക്കുന്ന ന്യൂമറിക്കൽ ഡേറ്റയെ സബ് ടോട്ടൽ ചെയ്യാനും അഗ്രഗേറ്റ് ചെയ്യാനും ഇതിലൂടെ കഴിയുന്നുണ്ട്. സെക്കൻഡ്ലി, സമ്മറൈസിങ് ഡേറ്റ ബൈ കാറ്റഗറീസ് ആൻഡ് സബ് കാറ്റഗറീസ്. കാറ്റഗറി വൈസായിട്ടും സബ് കാറ്റഗറി വൈസായിട്ടും ഡേറ്റയെ സമ്മറൈസ് ചെയ്യാൻ പിവോട്ട് ടേബിളുകൾ സഹായിക്കുന്നു. ആൻഡ് തേർഡ്ലി, മൂവിങ് റോസ് ടു കോളംസ് ആൻഡ് വൈസ് വേഴ്സ. ടേബിളിലെ റോയിൽ നൽകിയിരിക്കുന്ന കാര്യങ്ങളെ കോളത്തിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനും അല്ലെങ്കിൽ കോളത്തിലുള്ളവയെ റോയിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനും പിവോട്ട് ടേബിളുകളുടെ സാധ്യമാണ്. മോറോവർ, ഇറ്റ് ഹെൽപ്സ് ഇൻ സോർട്ടിങ്, ഗ്രൂപ്പിംഗ് ആൻഡ് കണ്ടീഷണലി ഫോർമാറ്റിംഗ് ദ സോഴ്സ് ഡേറ്റ. ഡേറ്റയെ നമുക്കിഷ്ടമുള്ള രീതിയിൽ ക്രമീകരിക്കുന്നതിനും ഗ്രൂപ്പ് ചെയ്യുന്നതിനും കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിനുമൊക്കെ സോഴ്സ് ഡേറ്റയെ മാറ്റി അറേഞ്ച് ചെയ്യാൻ പിവോട്ട് ടേബിളുകൾ സഹായിക്കുന്നു. അപ്പോൾ ഒരു ടേബിളിൽ ലഭ്യമായിട്ടുള്ള സോഴ്സ് ഡേറ്റയെ പ്രത്യേക രൂപത്തിൽ ക്രമീകരിച്ച് പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിവോട്ട് ടേബിളുകൾ ഉപയോഗിക്കുന്നത്.
Then what are the procedures for creating a pivot table? ഒരു പിവോട്ട് ടേബിൾ തയ്യാറാക്കുന്നതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് നമുക്ക് കടക്കാം. Then firstly, enter the given data in the worksheet and select the data range. ഒരു ടേബിൾ ഫോർമാറ്റിലേക്ക് തന്നിരിക്കുന്ന ഡേറ്റയെ എൻ്റർ ചെയ്യുകയും ഡേറ്റ എൻ്റർ ചെയ്തിരിക്കുന്ന ഏരിയ സെലക്ട് ചെയ്യുകയും ചെയ്യുക. Then go to the data menu, choose the option pivot table and click on create. Pivot table create ചെയ്യാനുള്ള പാത്താണ് ഡേറ്റ മെനുവിലെ പിവോട്ട് ടേബിൾ എന്നുള്ള ഓപ്ഷനിലെ ക്രിയേറ്റ് എടുക്കുക. Then select source and click OK in the appeared window. അപ്പോൾ ഒരു സെലക്ട് സോഴ്സ് എന്ന് പറയുന്ന വിൻഡോ അപ്പിയർ ചെയ്യുന്നതാണ്. അവിടെ കറണ്ട് സെലക്ഷൻ ഓപ്റ്റ് ചെയ്തുകൊണ്ട് ഓക്കെ നൽകുക. ഡിഫോൾട്ടായിട്ട് കറണ്ട് സെലക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ആ വിൻഡോയിൽ ഓക്കെ നൽകുക. അപ്പോൾ നമുക്ക് പിവോട്ട് ടേബിളിൻ്റെ ലേഔട്ട് ലഭിക്കുന്നതാണ്. ഒരു പുതിയ വിൻഡോ ആയിട്ട് പിവോട്ട് ടേബിൾ ലേഔട്ട് ലഭിക്കുന്നതാണ്. ആ ഡയലോഗ് ബോക്സിൽ വിവിധ ഫീൽഡുകൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് അടുത്തായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പിവോട്ട് ടേബിൾ ലേഔട്ടിൻ്റെ ഫോർമാറ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. പിവോട്ട് ടേബിൾ ലേഔട്ടിൽ അവൈലബിൾ ഡാറ്റ ഫീൽഡാണ് ആദ്യമായിട്ടുള്ളത്. റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബോക്സ് അവൈലബിൾ ഡാറ്റ ഫീൽഡാണ്. ഇവിടെ ആ ടേബിളിൻ്റെ ഡിഫറെൻറ്റ് കോളം ഹെഡിങ്സ് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ വേരിയസ് കോളം ഹെഡിങ്സ് ഓഫ് ദ സെലക്റ്റഡ് ടേബിൾ വിൽ ബി ഡിസ്പ്ലൈഡ് ഇൻ ദിസ് ഫീൽഡ്. നമ്മൾ സെലക്ട് ചെയ്ത ടേബിളിൻ്റെ കോളം ഹെഡിങ്സ് ആയിരിക്കും അവൈലബിൾ ഫീൽഡിൽ ലഭ്യമായിട്ടുണ്ടാവുക. അവിടെ നിന്നുമാണ് വ്യത്യസ്ത ഫീൽഡുകളിലേക്ക് നമുക്ക് അവയെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുക. ദെൻ ലെഫ്റ്റ് സൈഡിൽ ടോപ്പ് ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് പേജ് ഫീൽഡാണ്. ദിസ് ഫീൽഡ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ബട്ടൺ ആൻഡ് എ ലിസ്റ്റ് ബോക്സ് ഓൺ ദ ടോപ്പ് ഓഫ് ദി ജനറേറ്റഡ് പിവോട്ട് ടേബിൾ. പിവോട്ട് ടേബിളിൻ്റെ ടോപ്പിൽ ലിസ്റ്റ് ബോക്സോ ബട്ടണോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേജ് ഫീൽഡുകൾ ഉപയോഗിക്കുന്നത്. തുടർന്ന് നമ്മൾ നിർബന്ധമായിട്ട് നൽകേണ്ട ഫീൽഡുകൾ കോളം ഫീൽഡാണ്. ഇൻ ദിസ് ഫീൽഡ് വി ഷുഡ് ഗിവ് ദ data to be displayed in different columns of the pivot table. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന പിവോട്ട് ടേബിളിൽ കോളമായിട്ട് നൽകേണ്ട ഡേറ്റ ഏതാണോ ആ ഡേറ്റ ആയിരിക്കണം അവിടെ സ്പെസിഫൈ ചെയ്യേണ്ടത്. അവൈലബിൾ ഫീൽഡിൽ നിന്നും കോളത്തിൽ ഉൾപ്പെടുത്തേണ്ട ടൈറ്റിലാണ് ആ ഫീൽഡിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. ദെൻ അടുത്തായിട്ട് റോ ഫീൽഡുകളാണ്. ഇൻ ദിസ് ഫീൽഡ് indicate the data to be displayed in different rows of the pivot table. ഇനി റോയിൽ ഉൾപ്പെടുത്തേണ്ട അല്ലെങ്കിൽ പിവോട്ട് ടേബിളിൻ്റെ റോയിൽ കാണിക്കേണ്ട ഇനങ്ങളാണ് റോ ഫീൽഡിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. ദെൻ ഡേറ്റ ഫീൽഡിലാണ് ദ ന്യൂമറിക്കൽ ഡേറ്റ വിച്ച് ആർ ടു ബി ആഡഡ് ഈസ് ഗിവൺ ഇൻ ദിസ് ഫീൽഡ്. കാൽക്കുലേഷൻ നടത്തേണ്ട ഫീൽഡ് ന്യൂമറിക്കൽ ഡേറ്റയാണ് ഡേറ്റ ഫീൽഡിൽ കൊടുക്കേണ്ടത്. ടോട്ടലിംഗ് പോലെയുള്ള കാൽക്കുലേഷൻസ് നടത്തേണ്ട ഫീൽഡുകളാണ് ഡേറ്റ ഫീൽഡിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ ഫീൽഡ്. ഇപ്പം നിർബന്ധമായിട്ടും ഡേറ്റ ഫീൽഡിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഏതെങ്കിലും ഒരു ഡേറ്റ ഫീൽഡിൻ്റെ ടൈറ്റിലാണ് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഈ കോളം ഫീൽഡിലേക്കും റോ ഫീൽഡിലേക്കും ഡേറ്റ ഫീൽഡിലേക്കും അവൈലബിൾ ഫീൽഡ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നും
ഡ്രാഗ് ചെയ്തിട്ട് ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മൾ കാണുകയുണ്ടായി ആവശ്യമുള്ള കോളം ഫീൽഡും റോ ഫീൽഡും ഡാറ്റ ഫീൽഡും ഒക്കെ ഫില്ല് ചെയ്യാണ് വേണ്ടത്. ഡ്രാഗ് ദ റിക്വയർഡ് ഫീൽഡ് ഫ്രം അവൈലബിൾ ഡാറ്റ ഫീൽഡ്സ് ആൻഡ് ഡ്രോപ്പ് ദം ടു ദ കോളം ഫീൽഡ്സ്, റോ ഫീൽഡ്സ് ആൻഡ് ഡാറ്റ ഫീൽഡ്സ്. ദെൻ ക്ലിക്ക് ഓക്കെ ഇൻ ദ പിവോട്ട് ടേബിൾ ലേഔട്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, അതായത് അവൈലബിൾ ഡാറ്റ ഫീൽഡിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ടൈറ്റിലുകൾ കോളം ഫീൽഡിലേക്കും റോ ഫീൽഡിലേക്കും ഡാറ്റ ഫീൽഡിലേക്കും ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം പിവോട്ട് ടേബിൾ ലേഔട്ട് ഓക്കെ നൽകുക. അപ്പോൾ നമുക്ക് പിവോട്ട് ടേബിൾ റിപ്പോർട്ട് ലഭിക്കുന്നതാണ്. ഈ രീതിയിൽ ഒരു പിവോട്ട് ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ലാബ് വർക്കിലേക്ക് കടക്കാം. പിവോട്ട് ടേബിളുകൾ ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ലാബ് വർക്കാണ് ലാബ് വർക്ക് 12. ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ശ്രദ്ധിക്കുക. ദ സെയിൽസ് ഡീറ്റെയിൽസ് ഓഫ് എ സ്റ്റേഷനറി ഡീലർ ഫോർ ദ മന്ത് ഓഫ് മാർച്ച് 2020 ആർ ഗിവൺ ബിലോ. ഒരു സ്റ്റേഷനറി ഡീലറുടെ മാർച്ച് 2020 സെയിൽസ് റിപ്പോർട്ടാണ് താഴെ നൽകിയിരിക്കുന്നത്. പ്രോഡക്റ്റ് കോഡ്, നെയിം ഓഫ് പ്രോഡക്റ്റ്, കാറ്റഗറി, സെയിൽസ് എന്നിങ്ങനെ 4 ഡീറ്റെയിൽസാണ് ഓരോ പ്രോഡക്റ്റിൻ്റെയും നൽകിയിട്ടുള്ളത്. 15 പ്രോഡക്റ്റുകളുടെ ഡീറ്റെയിൽസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഓരോ പ്രോഡക്റ്റുകളുടെയും പ്രോഡക്റ്റ് കോഡ്, നെയിം ഓഫ് പ്രോഡക്റ്റ്, കാറ്റഗറി, മാർച്ച് മാസത്തെ സെയിൽസ് എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഈ നൽകിയിരിക്കുന്ന ടേബിൾ ലിബ്രെ ഓഫീസ് കാൽക്കിലെ ഒരു വർക്ക്ഷീറ്റിൽ പ്ലോട്ട് ചെയ്തിട്ട് ഇവയുടെ ഒരു പിവോട്ട് ടേബിൾ, അത് കാറ്റഗറി വൈസ് ആയിട്ടുള്ള, അതായത് കോളത്തിൽ കാറ്റഗറിയാണ് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ കോളത്തിൽ കാറ്റഗറി നൽകിക്കൊണ്ട് കാറ്റഗറി വൈസ് ആയിട്ടുള്ള സെയിൽസ് എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ പ്രോഡക്റ്റിൻ്റെയും കാറ്റഗറി വൈസ് ആയിട്ടുള്ള സെയിൽസിൻ്റെ എമൗണ്ടാണ് നമ്മൾ പിവോട്ട് ടേബിളിലൂടെ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ കാറ്റഗറി കോളം ഫീൽഡിൽ നൽകിക്കൊണ്ട് വേണം കാറ്റഗറി വൈസ് ആയിട്ടുള്ള സെയിൽസ് റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കാൻ. അതിൻ്റെ പ്രൊസീജിയേഴ്സിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായിട്ട് ഓപ്പൺ എ ന്യൂ വർക്ക്ഷീറ്റ് ഇൻ ലിബ്രെ ഓഫീസ് കാൽക്ക്. പുതിയൊരു വർക്ക്ഷീറ്റ് ഇതിനു വേണ്ടി ഓപ്പൺ ചെയ്യുക. ദെൻ എൻ്റർ ദ കോളം ഹെഡിങ്സ്. പ്രോഡക്റ്റ് കോഡ് ഇൻ A1, നെയിം ഓഫ് പ്രോഡക്റ്റ് ഇൻ B1, കാറ്റഗറി ഇൻ C1 ആൻഡ് സെയിൽസ് ഇൻ റുപ്പീസ് ഇൻ D1. ആദ്യത്തെ റോയിൽ നൽകിയിരിക്കുന്ന ഡേറ്റ പ്ലോട്ട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ആവശ്യമുള്ള കോളം ഹെഡിങ്ങുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ടേബിൾ ഹെഡിങ് കൂടെ കൊടുക്കാവുന്നതാണ്. സെയിൽസ് റിപ്പോർട്ട് മാർച്ച് 2020 എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് റോയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ടേബിൾ ഹെഡിങ്ങും കൊടുക്കാവുന്നതാണ്. ആണ് ടേബിൾ ഹെഡിങ് കൊടുക്കുന്നുവെങ്കിൽ സെക്കൻഡ് റോയിൽ വേണം അവിടെ ടേബിളിൻ്റെ കോളം ഹെഡിങ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ അതിനുശേഷം നൽകിയിരിക്കുന്ന ഡേറ്റ വർക്ക്ഷീറ്റിൽ പ്ലോട്ട് ചെയ്യാണ് വേണ്ടത്. റെസ്പെക്റ്റീവ് കോളത്തിൽ ഡേറ്റയെ പ്ലോട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം ആ ഡേറ്റ പ്ലോട്ട് ചെയ്തിരിക്കുന്ന ഏരിയ സെലക്ട് ചെയ്യുക. പിവോട്ട് ടേബിൾ തയ്യാറാക്കുന്നതിന് മുന്നോടിയായിട്ട് ടേബിൾ ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഡേറ്റ എൻ്റർ ചെയ്തിരിക്കുന്ന ഏരിയ, ഹെഡിങ് അടക്കമുള്ള ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഡേറ്റ മെനുവിലെ പിവോട്ട് ടേബിളിൽ ക്രിയേറ്റ് എടുക്കുന്നു. പാത്ത് ശ്രദ്ധിക്കുക, ഡേറ്റ മെനുവിലെ പിവോട്ട് ടേബിൾ എന്നുള്ള ഓപ്ഷനിലെ ക്രിയേറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് സെലക്ട് സോഴ്സ് എന്ന് പറയുന്ന ഒരു വിൻഡോ അപ്പിയർ ചെയ്യുന്നതാണ്. സെലക്ട് സോഴ്സ് എന്ന് പറയുന്ന വിൻഡോയിൽ കറണ്ട് സെലക്ഷൻ ചൂസ് ചെയ്യുക.
ഡിഫോൾട്ടായിട്ട് കറണ്ട് സെലക്ഷൻ എന്ന് പറയുന്ന ഇതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടെ ആ വിൻഡോയിൽ സെലക്ട് സോഴ്സ് വിൻഡോയിൽ ഓക്കെ നൽകുക. അപ്പോൾ ഒരു പുതിയ വിൻഡോ അപ്പിയർ ചെയ്യുന്നതാണ്. അതായത് പിവോട്ട് ടേബിൾ ലേഔട്ട് എന്ന് പറഞ്ഞിട്ട് പിവോട്ട് ടേബിൾ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിൻഡോ ലഭ്യമായിരിക്കും. അവിടെ അപ്പിയർ ചെയ്യുന്ന പിവോട്ട് ടേബിൾ വിൻഡോയിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ദ കോളം ടൈറ്റിൽസ് ഫ്രം ദ അവൈലബിൾ ഫീൽഡ്സ്. അപ്പോൾ അവിടെ അവൈലബിൾ ഫീൽഡ് എന്ന് പറയുന്ന ആ ഫീൽഡിൽ ടേബിളിൻ്റെ എല്ലാ ടൈറ്റിലുകളും ലഭ്യമായിരിക്കും. അവിടെ നിന്നും ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഫീൽഡുകൾ പരിഗണിക്കുക. ആദ്യമായിട്ട് നമുക്കറിയാം കാറ്റഗറി വൈസ് ആയിട്ടാണ് ഇവിടെ സെയിൽസ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കാറ്റഗറിയാണ് കോളത്തിൽ നൽകേണ്ടത്. കോളം ഫീൽഡ് എന്ന് പറയുന്ന ആ ഫീൽഡിലേക്ക് അവൈലബിൾ ഫീൽഡുകളിൽ നിന്നും കാറ്റഗറിയെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരിക. അതുപോലെ പ്രോഡക്റ്റ് കോഡും നെയിം ഓഫ് പ്രോഡക്റ്റും റോ ഫീൽഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ 2 ഹെഡിങ്ങുകളാണ് അവിടെ റോ ഫീൽഡിലേക്ക് കൊണ്ടുവരേണ്ടത്, പ്രോഡക്റ്റ് കോഡും നെയിം ഓഫ് പ്രോഡക്റ്റും. ഇനി കാൽക്കുലേഷൻ നടത്തേണ്ടത് നമുക്കറിയാം, ഇവിടെ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട കാൽക്കുലേഷൻസ് ആണ് ടോട്ടലിംഗ് നടത്തേണ്ടത്. അതുകൊണ്ട് സെയിൽസ് നമ്മൾ കൊടുക്കേണ്ടത് ഡേറ്റ ഫീൽഡിലാണ്. കാരണം ന്യൂമറിക്കൽ വാല്യൂ കാൽക്കുലേഷൻ നടത്തേണ്ടതായിട്ടുള്ള ഡേറ്റ നമ്മൾ നൽകേണ്ടത് ഡേറ്റ ഫീൽഡിലാണ്. അപ്പോൾ ഈ രീതിയിൽ 3 ഫീൽഡുകളിലേക്കും കോളം ഫീൽഡിലേക്ക് കാറ്റഗറിയും ദെൻ റോ ഫീൽഡുകളിലേക്ക് പ്രോഡക്റ്റ് കോഡും നെയിം ഓഫ് പ്രോഡക്റ്റും ദെൻ ഡേറ്റ ഫീൽഡിലേക്ക് സെയിൽസും ഇവ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം we may specify the range in the current worksheet to set the destination of the pivot table and also confirm the pivot table layout window. അപ്പോൾ നമുക്ക് പിവോട്ട് ടേബിളിൻ്റെ ഡെസ്റ്റിനേഷൻ വേണമെങ്കിൽ പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്യാം. പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്യുന്നില്ല എങ്കിൽ നിലവിൽ ഡേറ്റ എൻ്റർ ചെയ്തിരിക്കുന്ന ടേബിളിൻ്റെ സ്ഥലത്തായിരിക്കും പിവോട്ട് ടേബിൾ കാണിക്കുക. എന്നാൽ അതിനു പുറമെ മറ്റൊരു ഡെസ്റ്റിനേഷനിലാണ്, മറ്റൊരു സ്ഥലത്തേക്കാണ് പിവോട്ട് ടേബിൾ കാണിക്കേണ്ടതെങ്കിൽ അവിടെ ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം പിവോട്ട് ടേബിൾ ലേഔട്ടിൽ ഓക്കെ നൽകുക. അവിടെ നമുക്ക് ഇത്തരത്തിലൊരു ഔട്ട്പുട്ട് ലഭിക്കുന്നതാണ്. ഒരു പിവോട്ട് ടേബിൾ തയ്യാറാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ലാബ് വർക്കാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത്. പിവോട്ട് ടേബിൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് ലിബ്രെ ഓഫീസ് കാൽക്കിൽ ഒരു പുതിയ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുക. ഇത്തരത്തിലൊരു പുതിയ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയിലെ ക്വസ്റ്റ്യനിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഡീറ്റെയിൽസ് വർക്ക്ഷീറ്റിലേക്ക് എൻ്റർ ചെയ്യാണ് വേണ്ടത്. അതിനുവേണ്ടി വേണമെങ്കിൽ ടേബിൾ ഹെഡിങ് നിങ്ങൾക്ക് നൽകാം. ഫസ്റ്റ് റോയിൽ കോളം ഹെഡിങ്സ് നൽകാം. സെക്കൻഡ് റോയിൽ അവിടെ ടേബിളിൻ്റെ കോളം ഹെഡിങ്സ് നൽകാവുന്നതാണ്. ഇവിടെ നമുക്ക് സെയിൽസ് റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. ആ സെയിൽസ് റിപ്പോർട്ട് ടൈറ്റിലായിട്ട് നമ്മൾ നൽകുന്നു. ടേബിളിൻ്റെ ടൈറ്റിലായിട്ട് സെയിൽസ് റിപ്പോർട്ട് മാർച്ച് 2020 എന്ന് നൽകിയിരിക്കുന്ന കോളം ഹെഡിങ്സ് പ്രോഡക്റ്റ് കോഡ്, നെയിം ഓഫ് പ്രോഡക്റ്റ്, കാറ്റഗറി, സെയിൽസ്, റുപ്പീസ്. 15 പ്രോഡക്റ്റുകളുടെ വിശദാംശമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആ നൽകിയിരിക്കുന്ന വിശദാംശങ്ങൾ ടേബിൾ ഫോമിലേക്ക് എൻ്റർ ചെയ്യുകയാണ് തുടർന്ന് ചെയ്യേണ്ടത്. വർക്ക്ഷീറ്റിലേക്ക് നൽകിയിരിക്കുന്ന ഡേറ്റയെ പ്ലോട്ട് ചെയ്യുക. അപ്പോൾ ഡേറ്റയെ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ടേബിളായിരിക്കും നമുക്ക് ലഭിക്കുക. 15 പ്രോഡക്റ്റുകളുടെ പ്രോഡക്റ്റ് കോഡ്, നെയിം ഓഫ് പ്രോഡക്റ്റ്, കാറ്റഗറി, സെയിൽസ് ഇവ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടേബിളാണ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഈ ടേബിൾ ഏരിയ ആദ്യം സെലക്ട് ചെയ്യുക. ടൈറ്റിൽ അടക്കമുള്ള ടേബിൾ ഏരിയ ആദ്യം സെലക്ട് ചെയ്യുക. പിവോട്ട് ടേബിളിൻ്റെ ക്രിയേഷന് വേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഡേറ്റ പ്ലോട്ട് ചെയ്തതിന് ശേഷം ആ ഡേറ്റ പ്ലോട്ട് ചെയ്ത ഏരിയ
ടൈറ്റിൽ അടക്കമുള്ള ഏരിയ സെലക്ട് ചെയ്യുക. കോളം ഹെഡിങ്സ് അടക്കമുള്ള ഏരിയ ആണ് സെലക്ട് ചെയ്യുക. പിവോട്ട് ടേബിൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഡേറ്റ മെനുവിലാണ്. ഡേറ്റ മെനുവിൽ പിവോട്ട് ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അതിൽ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് സെലക്ട് സോഴ്സ് എന്ന് പറയുന്ന ഒരു വിൻഡോ ആ സമയത്ത് അപ്പിയർ ചെയ്യുന്നു. സെലക്ട് സോഴ്സ് എന്ന് പറയുന്ന ഈ വിൻഡോയിൽ ഡിഫോൾട്ടായിട്ട് കറണ്ട് സെലക്ഷൻ ഉണ്ട്. നമ്മൾ ഓൾറെഡി ഏരിയ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിവോട്ട് ടേബിളിൻ്റെ ഡേറ്റ എവിടെ നിന്നാണ് എടുക്കേണ്ടത് എന്നുള്ള ആ സോഴ്സ് ഡേറ്റ നമ്മൾ കറണ്ട് സെലക്ഷനായിട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഓക്കെ നൽകുക. അപ്പോൾ നമുക്ക് പിവോട്ട് ടേബിൾ ലേഔട്ട്, പിവോട്ട് ടേബിൾ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വിൻഡോ ലഭിക്കുന്നതാണ്. അവിടെ നമുക്കറിയാം അവൈലബിൾ ഫീൽഡുകളിൽ കോളം ഹെഡിങ്ങുകൾ അപ്പിയർ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഡ്രാഗ് ചെയ്തിട്ട് ആവശ്യാനുസരണം കോളം ഫീൽഡും റോ ഫീൽഡും ഡേറ്റ ഫീൽഡും ഫില്ല് ചെയ്യാണ് വേണ്ടത്. നമ്മൾ കാണുകയുണ്ടായി ഇവിടെ കാറ്റഗറി വൈസ് ആയിട്ടുള്ള ടോട്ടലാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് കാറ്റഗറിയാണ് കോളം ഫീൽഡിൽ നൽകേണ്ടത്. അവൈലബിൾ ഫീൽഡിൽ നിന്നും കാറ്റഗറി മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കോളം ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ കോളം ഫീൽഡ് എന്നുള്ള ആ ഫീൽഡിൽ കാറ്റഗറി ഇപ്പോൾ അപ്പിയർ ചെയ്തിട്ടുണ്ട്. റോ ഫീൽഡിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത് പ്രോഡക്റ്റ് കോഡ്, നെയിം ഓഫ് പ്രോഡക്റ്റ് എന്നിവയാണ്. ആദ്യം പ്രോഡക്റ്റ് കോഡ് മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് റോ ഫീൽഡിലേക്ക് കൊണ്ടുവരിക. തുടർന്ന് നെയിം ഓഫ് പ്രോഡക്റ്റും അതുപോലെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക. നമുക്കറിയാം ഡേറ്റ ഫീൽഡിലാണ് കാൽക്കുലേഷൻ നടത്തേണ്ട ന്യൂമറിക് ഡേറ്റ നൽകേണ്ടത്. ഇവിടെ സെയിൽസ് ആണ് കാൽക്കുലേഷൻ നടത്തേണ്ടത്. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്ന ആ ഹെഡിങ് ഡേറ്റ ഫീൽഡിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ ആവശ്യമുള്ള ഫീൽഡുകൾ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞു. ഈ രീതിയിൽ പിവോട്ട് ടേബിൾ നമ്മൾ ഡിസൈൻ ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം. അവിടെ നിലവിലുള്ള ടേബിളിൻ്റെ സ്ഥലത്ത് പിവോട്ട് ടേബിൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മറ്റേതെങ്കിലും ഒരു പ്രത്യേക ഡെസ്റ്റിനേഷനിലാണ്, മറ്റൊരു സ്ഥലത്താണ് ഈ ടേബിൾ കാണിക്കേണ്ടത് എങ്കിൽ, അല്ലെങ്കിൽ സോഴ്സ് ഡേറ്റ നമുക്ക് ആ സ്ഥലത്ത് കാണുകയും മറ്റൊരു സ്ഥലത്താണ് ഇവിടെ ഇത്തരത്തിലുള്ള പിവോട്ട് ടേബിൾ കാണേണ്ടതുണ്ടെങ്കിൽ അവിടെ ഡെസ്റ്റിനേഷൻ മാറ്റി നൽകാവുന്നതാണ്. ഡെസ്റ്റിനേഷൻ മാറ്റി നൽകുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഡെസ്റ്റിനേഷൻ മാറ്റി നൽകുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി നമ്മൾ പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഏരിയ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഡേറ്റയിലെ പിവോട്ട് ടേബിളിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. കറണ്ട് സെലക്ഷൻ ഓക്കെ നൽകുന്നു. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ ടേബിൾ നമ്മൾ പിവോട്ട് ടേബിൾ ഡിസൈൻ ചെയ്യുന്നു. ആദ്യമായി കാറ്റഗറിയെ കോളം ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. ദെൻ പ്രോഡക്റ്റ് കോഡും അതോടൊപ്പം തന്നെ നെയിം ഓഫ് പ്രോഡക്റ്റും റോ ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. സെയിൽസിനെ ഡേറ്റ ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. അതിനുശേഷം സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ക്ലിക്ക് ചെയ്യുക. സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ഡെസ്റ്റിനേഷൻ സ്പെസിഫൈ ചെയ്യാം. വേണമെങ്കിൽ പുതിയൊരു ഷീറ്റിലേക്ക് കൊടുക്കാം. ഈ ഷീറ്റിൽ തന്നെ പുതിയൊരു ഏരിയയിലേക്ക് കൊടുക്കാം. അവിടെ സെലക്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏരിയ ഇവിടെ സ്പെസിഫൈ ചെയ്യാം. ഏത് ഏരിയയിലാണ് കാണിക്കേണ്ടത് പിവോട്ട് ടേബിൾ. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്ട്രിംഗ് ബട്ടൺ ഇവിടെ ഉപയോഗിക്കാം. സ്ട്രിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് എവിടെ വേണം ടേബിൾ എന്ന് വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്യാം. ഉദാഹരണമായിട്ട് F2 മുതലാണ് അത് വേണ്ടതെങ്കിൽ F2 ക്ലിക്ക് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്യുക. ദെൻ ഓക്കെ നൽകുക. അവിടെ പിവോട്ട് ടേബിൾ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഏരിയയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നിലവിലുള്ള ടേബിളിൻ്റെ
സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റൊരു ഡെസ്റ്റിനേഷനിലോ പിവോട്ട് ടേബിൾ ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. കമ്പ്യൂട്ടറുള്ള എല്ലാവരും പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന പരിശീലിക്കുക. സ്പ്രെഡ്ഷീറ്റ് എന്ന രണ്ടാം പാഠത്തിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് കോമൺ എറേഴ്സ് ഇൻ ലിബ്ര ഓഫീസ് കാൽക്ക്. ലിബ്ര ഓഫീസിലെ സാധാരണ എറർ മെസ്സേജുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. 3 കോളങ്ങളിലായിട്ട് ലിബ്ര ഓഫീസ് കാൽക്കിലെ എറേഴ്സിൻ്റെ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് കോളത്തിൽ എറർ മെസ്സേജ്, ദെൻ സെക്കൻഡ് കോളത്തിൽ എറർ കോഡ്, ആ എററിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് മൂന്നാമത്തെ കോളത്തിൽ നൽകിയിരിക്കുന്നത്. എറർ മെസ്സേജായിട്ട് ഹാഷ് ചിഹ്നം കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ എറർ കോഡ് n⁻a എന്നുള്ളതാണ്. അത് സൂചിപ്പിക്കുന്നത് ദ ന്യൂമറിക്കൽ വാല്യൂ എൻറ്റേർഡ് ഇൻ ദ സെൽ ഈസ് നോട്ട് ഇനഫ് ടു ഡിസ്പ്ലേ ഇറ്റ്സ് കണ്ടൻറ്റ്. ആ കോളം വിഡ്ത്ത് കുറവാണ് എന്നാണ് സൂചന. ആ ന്യൂമറിക്കൽ ഡേറ്റയെ ഡിസ്പ്ലേ ചെയ്യാനുള്ള കോളം വിഡ്ത്ത് ഇല്ല എന്നാണ്. ആ തെറ്റ് പരിഹരിക്കുന്നതിന് വേണ്ടി കോളം വിഡ്ത്ത് വർദ്ധിപ്പിച്ചു കൊടുത്താൽ മതി, ആ എറർ ഒഴിവായി കിട്ടുന്നതാണ്. ദെൻ രണ്ടാമത്തെ എറർ മെസ്സേജ് നോക്കുക. #div/0! എറർ കോഡ് 532 ആണ്. ഈ എറർ സൂചിപ്പിക്കുന്നത് ദ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 0. നമ്പറിനെ നമുക്കറിയാം 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അത്തരം സന്ദർഭങ്ങളിലാണ് ഈ എറർ മെസ്സേജ് കാണിക്കുക. അടുത്തത് ഹാഷ് നെയിം എന്ന് പറയുന്ന എറർ മെസ്സേജ് കാണിക്കുന്നു. എറർ കോഡ് 525 ആണ്. അത് സൂചിപ്പിക്കുന്നത് ദ ടെക്സ്റ്റ് ഇൻ എ ഫോർമുല കനോട്ട് ബി റെക്കഗ്നൈസ്ഡ്. ഫോർമുലയിലെ ടെക്സ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള സൂചനയാണ്. നൽകിയിരിക്കുന്ന ടെക്സ്റ്റ് ഡേറ്റയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങളിലാണ് ഹാഷ് നെയിം എന്നുള്ള എറർ മെസ്സേജ് കാണിക്കുക. അടുത്ത ഹാഷ് റെഫറൻസ്! 524 എറർ കോഡുള്ള എറർ കാണിക്കുന്നത് ദ സെൽ റെഫറൻസ് ഇൻ ദ ഫോർമുല ഈസ് നോട്ട് ടു വാലിഡ്. നമ്മൾ നൽകിയിരിക്കുന്ന സെൽ റെഫറൻസ് കറക്റ്റ് അല്ല. ഫോർമുലയിലെ സെൽ റെഫറൻസിൽ തെറ്റുണ്ട് എന്നുള്ളതിൻ്റെ എറർ മെസ്സേജാണത്. ദെൻ ഹാഷ് വാല്യൂ! 519 എറർ കോഡ് കാണിക്കുന്നത് ആർഗ്യുമെൻറ്റ് ഗിവൺ ഇൻ ദ ഫോർമുല ഈസ് റോങ്. നമുക്കറിയാം ഓരോ ഫോർമുലയ്ക്കും അതിൻ്റേതായുള്ള സിൻറ്റാക്സ് ഉണ്ട്. ആർഗ്യുമെൻറ്റ്സ് അതിൻ്റെ ക്രമത്തിൽ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ കാണിക്കുന്നതാണ് ഹാഷ് വാല്യൂ! 519 എറർ കോഡ്. അടുത്ത 503 എറർ കോഡിൽ ഹാഷ് നമ്പർ! ആണ്. അവിടെ സെലക്റ്റഡ് റേഞ്ച് ടു ഡിസ്പ്ലേ ദ കണ്ടൻറ്റ് ഈസ് മോർ ദാൻ ദ റിക്വയർഡ് സെൽസ്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് ആവശ്യമുള്ളതിലും കൂടുതലാണ് എന്നുള്ളതിൻ്റെ സൂചനയാണിത്. സെലക്റ്റഡ് റേഞ്ച് ടു ഡിസ്പ്ലേ ദ കണ്ടൻറ്റ് ഈസ് മോർ ദാൻ ദ റിക്വയർഡ് സെൽസ്. കോമൺ ആയിട്ട് ലിബ്ര ഓഫീസ് കാൽക്കിൽ കണ്ടുവരുന്ന എറർ മെസ്സേജുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന ഈ വലിയ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള 2 ചാപ്റ്റേഴ്സും ലിബ്ര ഓഫീസ് കാൽക്കുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് തന്നെയാണ്. ലിബ്ര ഓഫീസ് കാൽക്കിൻ്റെ ബിസിനസ് ആപ്ലിക്കേഷൻസ് ആണ് തുടർന്നുള്ള 2 ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പുതിയൊരു ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും വിട. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.